ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വചനം ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. ഇയ്യോബ് അവൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അധപ്പതനം കർത്താവ് മാറ്റി. ഇയ്യോബിനുണ്ടായിരുന്ന സകലവും കർത്താവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അങ്ങ് അനുഗ്രഹിച്ചു. നമ്മളും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളെ പ്രതി തമ്പുരാൻ്റെ സന്നിധിയിൽ മുറ്റമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം ആ പ്രാർത്ഥന സ്വീകരിച്ച് അവരോട് കരുണ കാണിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിയുകയും ചെയ്യും. ഇയ്യോബിൻ്റെ അധപ്പതനത്തെ മാറ്റിക്കളഞ്ഞത് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഒരു പ്രതിഫലമുണ്ട് എന്ന് നാം മറക്കരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു. കാരണം നാം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി നമുക്ക് അവഗണിക്കാനോ അവരെ ഉപേക്ഷിക്കാനോ അവരെ ദ്രോഹിക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാം ഒരാൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ അവരെ നേടുവാൻ, അവരെ സ്വന്തമാക്കുവാൻ, അവരെ നമ്മുടെ മിത്രമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതിന് ഈ വചനഭാഗമിടയാകട്ടെ. നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.